ഒരു ചില പ്രതിഭകൾ ഉദിച്ചുയരുന്നതും അങ്ങനെയുള്ള പുതിയ പ്രതിഭകളെ സാർ നോട്ട് ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ഫുട്ബോൾ ഈ ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് വയസ്സന്മാരുടെ ഫുട്ബോളായിപ്പോയി. എന്നുവെച്ചാൽ ഒന്നാംകിട പ്രതിഭകൾ ആയി നമ്മുടെ മുന്നിൽ അവതരിച്ചതൊക്കെ പഴയ കളിക്കാരാണ്. ഈ മെസ്സിയും റൊണാൾഡോയും. മെസ്സി നല്ല കളിയിലേ കളിച്ചത്. റൊണാൾഡോ മോശമാക്കിയില്ലല്ലോ. ഹാരി കെയ്ൻ പണ്ടേയുള്ള കളിക്കാരനാണ് അല്ലേ, അത് നന്നായിട്ട് കളിച്ചു. എംബാപ്പയെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമേ പരിചയമുണ്ട്. ആകെ പറയാനുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡാണ്. പക്ഷേ എർലിംഗ് ഹാലൻഡ് നോർവേയിലെ ലോകകപ്പിലേ മോശം ആദ്യം കളിക്കുന്നുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഫുട്ബോൾ കളിക്കാർക്ക് അദ്ദേഹത്തിനെ പരിചയമുണ്ട്. അദ്ദേഹം പുറത്തുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വലിയ കളിക്കാരനല്ല, പുതിയതല്ല. വേൾഡ് കപ്പിൽ പുതിയതാണെന്നേ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കളിക്കാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്ക് അപരിചിതനല്ല. കളി അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ എല്ലായിടത്തും കാണുന്നവർക്ക് എർലിംഗ് ഹാലൻഡ് പ്രിയപ്പെട്ട കളിക്കാരനാണ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഈ നോർവേ കളിക്കാത്ത സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും ഹാലൻഡ് കളിക്കുന്നത് കണ്ടേക്കില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഹാലൻഡ് വരില്ല എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ചില കളിക്കാരുണ്ട്, ചില ബ്രിട്ടനിലെ ചില കളിക്കാർക്കൊക്കെ ഒരിക്കലും ലോകകപ്പ് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റുണ്ട്. യുസേബിയ ഒക്കെ കളിക്കുന്ന കാലത്ത് യുസേബിയ കളിക്കുന്ന കാലത്ത് വേറെ ചില കളിക്കാർക്ക് ലോകകപ്പ് കളിക്കാൻ പറ്റിയില്ല, അതിന് ഈക്വലായിട്ടുള്ള ആൾക്കാർക്ക്. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ടീമിന് അവസരം കിട്ടുന്നില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കളിക്കാരുടെ ലിസ്റ്റിലേക്ക് ഇദ്ദേഹത്തിനെയും നമുക്ക് എഴുതേണ്ടി വരുമോ എന്നൊരു ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനന്നൊരു ലേഖനമൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ചില കളിക്കാർ. ഡെസ്റ്റിഫാനോ ഒരിക്കലും ഫുട്ബോൾ കളിച്ചിട്ടില്ല, ലോകകപ്പ് ഫുട്ബോൾ കളിച്ചിട്ടില്ല. ഡെസ്റ്റിഫാനോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പെലേക്കാൾ നല്ല കളിക്കാരാണെന്ന് പറയുന്നത്. കളിക്കാൻ അവസരം കിട്ടിയില്ല. അദ്ദേഹം പല രാജ്യങ്ങളിലൊക്കെ മാറി മാറി സഞ്ചരിച്ച് അദ്ദേഹത്തിന് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കാനും പറ്റിയില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ ഇത്തവണത്തെ ലോകകപ്പിൽ വരുന്ന സമയത്ത് ഈ പഴയ കളിക്കാരെന്ന് പറയുന്ന കളിക്കാരാണ് ഇത്തവണ തിളങ്ങിയിട്ടുള്ളത്. അതെന്താണെന്നറിയില്ല. എല്ലാ തവണയും ഒരു നല്ല കളിക്കാരൻ പുതുതായിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എംബാപ്പെ വന്നു. ഇത്തവണ അങ്ങനെ ഒരു കൊച്ചുകുട്ടി ഇവരുടെ കൂടെ കളിക്കാൻ, ഞാനിങ്ങനെ ഓരോ കുട്ടി റിസർവ് ബെഞ്ചിൽ ഇറങ്ങിയിട്ട് കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നോക്കും, ഇയാൾ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന്. ഇതുവരെ ഉണ്ടായിട്ട്. ഇപ്പോൾ ഇന്നലെ ഇംഗ്ലണ്ടിന് വേണ്ടി ഗോർഡൻ എന്നൊരു കൊച്ചുകുട്ടി കളിച്ചു. പക്ഷേ ഇങ്ങനെ അങ്ങ് വെട്ടിത്തിളങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഇത്തവണത്തെ അത്ഭുതകരമായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഗോൾ കീപ്പിങ്ങിൻ്റെ നിലവാരം അങ്ങേയറ്റം ഉയർന്നിട്ടുണ്ട്. അത്ഭുതകരമായ സേവിങ്. അത് ഏത് ടീമെന്ന് ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാ ടീമുകൾക്കും ഗംഭീര ഗോൾ കീപ്പിംഗാണ് ഇത്തവണ. ഇതുപോലെയൊക്കെ എങ്ങനെയാണ് ഗോൾ കീപ്പിംഗ് നടത്താൻ പറ്റുക, നമ്മളെ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഗോൾ കീപ്പിംഗ് കണ്ടു കഴിഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ നല്ല പ്രതിഭ ഒരു വ്യക്തിയുടെ അല്ല, എല്ലാവരും, ആരും മോശക്കാരല്ല. സാറ് പറഞ്ഞതിൻ്റെ അകത്ത് വേറൊരു വലിയൊരു ആശങ്ക ഇവിടെ ഉയരുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് ഒരുപാട് പ്രതിഭകളുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. അതെ അതെ അതെ. അപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ അതെ പ്രതിഭകൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഇതിഹാസ തുല്യരായ ഒരു താരങ്ങളുടെ ഒരു ഉദയമൊന്നും നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. അടുത്ത തവണ എംബാപ്പയെ കളിച്ചേക്കും. എംബാപ്പയെ അടുത്ത തവണ കൂടി കളിക്കും. എർലിംഗ് ഹാലൻഡിന് അപ്പോഴേക്കും 29 വയസ്സാവും. അടുത്ത തവണ കൂടി കളിക്കുന്നു വിചാരിക്കാം. പക്ഷേ മെസ്സി ഉണ്ടാവില്ല, റൊണാൾഡോ ഉണ്ടാവില്ല, ഹാരി കെയ്ൻ ഉണ്ടാവാൻ പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ തന്നെ ഹാരി കെയ്ൻ ആ നിലവാരം ഉണ്ടാവും ഇല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല. അപ്പോൾ ഈ യമാൽ എന്ന സ്പാനിഷ് കളിക്കാൻ, അതെ, യമാൽ ഒരു പക്ഷേ കളിക്കും, അടുത്ത തവണയും കളിക്കും ഉറപ്പായിട്ടും. യമാൽ പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ വിചാരിച്ച ഫോമിൽ ഇന്ന് വരെ എത്തിയിട്ടില്ല. നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സെപ്ഷണൽ എന്ന് പറഞ്ഞ ഒരു കളിയിലേക്കും ഗോൾ അടിക്കുന്നതിലും ഒക്കെ നമ്മളെ ശ്രദ്ധ എത്തിക്കുന്ന രീതിയിൽ യമാൽ ഇത്തവണ കളിച്ചിട്ടില്ല. ഇനി അടുത്ത 4 വർഷം പുതിയ കളിക്കാർ ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അത്രയല്ലേ പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. കാണുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്.